പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ യാത്രകളിലും നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ നയിക്കട്ടെ, നിങ്ങളെ സംരക്ഷിക്കട്ടെ. നമ്മുടെ ഈശോ ഉണ്ടല്ലോ, നമ്മൾ ഓരോരുത്തരെയും കേൾക്കാനായിട്ട് കൊതിക്കുന്ന ഒരു ദൈവമാണ്. ഈശോ നമ്മളെ കേൾക്കാൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ വികാര വിചാരങ്ങൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പറയുന്നതിനേക്കാളും ഈശോയ്ക്ക് ഇഷ്ടം യഥാർത്ഥത്തിൽ നമ്മളെ കേൾക്കാനാണെന്നാണ് അച്ഛൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓർക്കാണ്, ഒരു അപ്പച്ചൻ വന്നിട്ട് എന്നോട് അരമണിക്കൂർ നേരം, കുർബാനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അരമണിക്കൂർ നേരം എന്നെ ഇരുത്തി അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: അച്ഛാ, ഇതുപോലെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു, ജീവിതം കുറേ കൂടി സന്തോഷമായി പോവാനെ. കേൾക്കാൻ ആളില്ല അച്ഛാ, വല്ലാതെ എൻ്റെ മനസ്സിൽ സങ്കടങ്ങളുണ്ട്. വീട്ടിൽ ആരെങ്കിലും എന്നെ കേട്ടിരുന്നെങ്കിലുണ്ടല്ലോ എന്ത് സമാധാനമായിരുന്നേനെ. ഇങ്ങനെയുള്ളൊരു വേദനകളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കും. പറയാൻ ആളുണ്ടാവും, കേൾക്കാൻ ആളില്ലാത്ത അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണോ? ഈശോയ്ക്ക് നിങ്ങളെ കേൾക്കാൻ ആഗ്രഹമുണ്ട് കേട്ടോ. ഈശോയുടെ മുന്നിലേക്ക് വാ. ഈശോ നിങ്ങൾക്ക് വേണ്ടി കൊതിച്ചിരിക്കുകയാണ്. വചനം പറയുമല്ലോ, ജെറമിയ 29:12, അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. വരണം, പ്രാർത്ഥനയിൽ ഈശോയുടെ എല്ലാം പറയണം. ഈശോ ശ്രവിക്കാനായിട്ട് കൊതിച്ചിരിക്കുകയാണ്. ഇന്ന് മെസ്സേജ് ബോക്സിൽ ഈശോയെ എന്നെ ശ്രവിക്കണമേ എന്ന് ടൈപ്പ് ചെയ്യുക. അതോടൊപ്പം ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന വേദനകളായാലും സങ്കടങ്ങളായാലും നിങ്ങളുടെ നിയോഗങ്ങളായാലും ടൈപ്പ് ചെയ്ത് അയക്കാനായിട്ട് പരിശ്രമിക്കുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നയിക്കട്ടെ, സംരക്ഷിക്കട്ടെ.